എന്നാലും എൻ്റെ കൃഷ്ണ, എന്ത് പെട്ടെന്നാലേ ദിവസങ്ങളൊക്കെ പോണേ. നീ ഇതെല്ലാം അറിയുന്നുണ്ടല്ലോ അല്ലേ? 2025 ഇന്നലെ തുടങ്ങിയ പോലെ തോന്നണേ. ഇപ്പോൾ ഏപ്രിലായി. ഏപ്രിൽ 13 കേട്ടോ ഇന്ന്. നാളെ 14 വിഷു. അപ്പോൾ വിഷുവിൻ്റെ അന്ന് രാവിലെ എണീറ്റ് വരുമ്പോൾ കണി കാണുക, അതുപോലെ കൈനീട്ടം കിട്ടുക, ഇതൊക്കെയാണല്ലോ നമ്മുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ മെമ്മറീസ് ഒന്ന് റീക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ നാളുകളായിട്ട് ഈ വിഷുക്കണി മര്യാദയ്ക്കൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഇക്കൊല്ലം ഒരടിപൊളി കണിയാവാം. അങ്ങനെ കണി വെക്കാനുള്ള ഭംഗിയുള്ള ചക്കയ്ക്ക് വേണ്ടി ഇത് അമ്പാടീനെ നമ്മൾ പ്ലാവിൻ്റെ മുകളിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ. ബാക്കി കണി വെള്ളരിയും കണിമൊത്തനും പിന്നെ ആപ്പിൾ ഓറഞ്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെറ്റില റെഡിയായി, പക്ഷേ അടക്കി തപ്പിയപ്പോൾ കിട്ടിയില്ല. എല്ലാം ഉണങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. പഴുത്തതൊന്നും തന്നെ ഉണ്ടായില്ല കേട്ടോ. പിന്നെ വാൽക്കണ്ണാടിയും മഞ്ചാടിക്കുരും കുന്നിക്കുരും വളയും വാലയും ബാക്കി ഐറ്റംസ് എല്ലാം സെറ്റ് ചെയ്ത് കുറച്ചധികം ഫെയറി ലൈറ്റ്സും കൂടെ വെച്ച് കഴിഞ്ഞ് നമ്മളിതാ തിരിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നാളെ എണ്ണൊഴിക്കുക, കത്തിക്കുക, കണി കാണാം. പിന്നെ രാത്രിയായപ്പോൾ പാപ്പൻ്റെ വീട്ടിൽ പോയിട്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് കുറച്ച് പടക്കൊക്കെ പൊട്ടിച്ചു. കമ്പിത്തിരി, മത്താപ്പൂ, മേശപ്പൂ, അങ്ങനത്തെ എല്ലാ ഐറ്റംസും നമ്മൾ ചെറുതായിട്ട് പരീക്ഷിച്ചു കേട്ടോ. എനിക്കിതൊക്കെ പേടിയായി, കാരണം ഞാൻ കമ്പിത്തിരിയിൽ ഒതുക്കി. പിന്നെ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം കണ്ടാസ്വദിച്ചു. പിന്നെ വിഷു ദിവസം ഏറ്റവും അടിപൊളി സ്റ്റാർട്ടിങ് ആയിരുന്നു കേട്ടോ. കണിയൊക്കെ ഓൾറെഡി ഒരുക്കി വെച്ചപ്പോൾ അത് കാണുമ്പോൾ ഇത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കണ്ണൊക്കെ ശരിക്കും ലിറ്ററലി നിറഞ്ഞു പോയിട്ടോ. അത്രയ്ക്കും അടിപൊളിയായിരുന്നു. അങ്ങനെ വിഷുക്കണിയെല്ലാം കണ്ടു കഴിഞ്ഞ് പിന്നെ നമ്മൾ സദ്യ പരിപാടിയിലേക്കൊക്കെ കടന്നു. സദ്യ എന്ന് പറയുമ്പോൾ കല്യാണത്തിന് ശേഷം ഇവിടെ വീട്ടിൽ നമുക്ക് ഇത്തിരി നോൺ വെജ് സദ്യയാണ് കേട്ടോ ഉണ്ടാവാറ്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഫാമിലി ഗെറ്റ് ടുഗെദർ ഉണ്ടായിരുന്നു. തറവാട്ടിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയുണ്ടായി. പക്ഷെ ആ വീഡിയോസൊക്കെ എൻ്റെ നിന്ന് മിസ്സായിപ്പോയി. എന്തായാലും വിഷു അടിപൊളിയായിരുന്നു. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു?